ഹലോ വെൽക്കം ടു കിച്ചൺ ഡിലൈറ്റ്സ്. ഇന്ന് ഞാൻ പാലക് അല്ലെങ്കിൽ സ്പിനാച്ച് കൊണ്ടൊരു കറിയാണ് കാണിക്കാൻ പോകുന്നത്. ഇതേപോലെയുള്ള ഇലകളൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു കറി നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. മാത്രമല്ല ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പ്രഷർ കുക്കറിലോട്ട് 1/2 കപ്പ് തുവരപ്പരിപ്പ് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്യാം. പരിപ്പ് വേകുന്ന നേരം കൊണ്ട് വേറെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടുമ്പോൾ അതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മീഡിയം സൈസിലുള്ള ഒരു സവോള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഈ സവോളയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നാൽ മതി, ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. സവോള ഒന്ന് പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. 2-3 പച്ചമുളക് വരെ ചേർക്കാം. ഞാൻ എരിവ് വളരെ കുറച്ച് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഒരെണ്ണം മാത്രം ചേർത്തത്. അതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നേരത്തെ ചേർത്താലും മതി, ഞാൻ നേരത്തെ മറന്നു പോയതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്തത്. അത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സവോളയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം, അതുവരെ നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അധികം പഴുക്കാത്ത തക്കാളി ആണെങ്കിൽ ഒന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് കുക്കായി കിട്ടും. തക്കാളി ഒന്ന് സോഫ്റ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് 1 കപ്പ് പാലക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതൊരു 1-2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഇലയൊക്കെ കുക്കാവാനായിട്ട് വളരെ കുറച്ച് സമയം മതി, അതുകൊണ്ടാണ് ഇത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചേർത്തത്. പാലക്കൊന്ന് കുക്കായി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിക്ക് എന്തുമാത്രം തിക്നെസ് വേണോ അതനുസരിച്ച് വേണം വെള്ളം ചേർക്കാനായിട്ട്. നമ്മളിതിൽ പരിപ്പ് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടി ഒന്ന് കുറുകി വരും. അതും കൂടെ കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ വെള്ളം ചേർക്കാൻ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, പക്ഷേ അത് ചേർത്താൽ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും. മല്ലിയില ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു 3-4 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കറി കുറച്ചും കൂടെ തിക്കായിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് സമയം കൂടി വെച്ചത് ഒന്നും കൂടി ഒന്ന് കൂളായി കഴിയുമ്പോൾ ഇതിലും തിക്കായിട്ട് വരും. ഞാനിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റുന്നുണ്ട്. ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയും വളരെ ന്യൂട്രീഷ്യസുമായിട്ടുള്ളൊരു ഡിഷാണ് ദാൽ പാലക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് തീർച്ചയായിട്ടും അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.